നമ്മുടെയൊക്കെ വീടുകൾക്ക് ഒരു ജീവനുണ്ട് അല്ലേ? അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ശക്തിയെ കാണാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ അദൃശ്യമായ അധ്വാനത്തെക്കുറിച്ചാണ്. ഒരു വീടിന്റെ ഹൃദയം പോലെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ആ എഞ്ചിന്റെ കഥ. കഥ തുടങ്ങുന്നത് പുലർച്ചെയുള്ള ആ ഒരു നിശബ്ദതയിലാണ്. സൂര്യൻ ഉദിക്കുന്നതിനും നമ്മളൊക്കെ ഉണരുന്നതിനും എത്രയോ മുൻപ് ഒരു പുതിയ ദിവസം തുടങ്ങുകയാണ്. ഇത് വെറുമൊരു ശീലമല്ല, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നൊരു കാര്യമല്ല. ഇതൊരു ആവശ്യകതയാണ്. അതെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സ്വന്തം ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നുമല്ല അവളെ ഉണർത്തുന്നത്, മറിച്ച് ആ വീടിന് അവളെ വേണം. ആ വീടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം. ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ ഓരോ സ്പന്ദനവും തുടങ്ങുന്നത് തന്നെ അവളിൽ നിന്നാണ്. അപ്പോ നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. വീട് ഉണരുന്നു. ഒരു വീടിന് എങ്ങനെയാണ് ജീവൻ വെക്കുന്നത്? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ നടക്കുന്ന ആ നിശബ്ദമായ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒന്നോർത്തു നോക്കൂ, ഓരോന്നായി കാര്യങ്ങൾ നടന്നു തുടങ്ങുകയാണ്. ആദ്യം അടുക്കളയിലെ വെളിച്ചം തെളിയുന്നു. പിന്നാലെ ചായവെള്ളം തിളയ്ക്കുന്ന ശബ്ദം. മേശപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുന്നു. എല്ലാവർക്കും ഇടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തു വയ്ക്കുന്നു. ഇതെല്ലാം ഒരു വലിയ ചിത്രത്തിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം. പക്ഷേ ഈ തിരക്കിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ അധ്വാനത്തിന് പിന്നിൽ ഒരാളുണ്ട്. അവരുടെ വ്യക്തിപരമായ ത്യാഗങ്ങളുണ്ട്. ആ ക്ഷീണിച്ച കണ്ണുകളോ നന്നായി ഉറങ്ങിയോ എന്നൊരു ചോദ്യമോ, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നോക്കൂ, ഈ 3 വാക്കുകൾ, ഇത് തന്നെയാണ് ആ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ശബ്ദവുമില്ലാതെ, ആരുടെയും കണ്ണിൽ പെടാതെ. പക്ഷേ അതില്ലെങ്കിൽ ആ വീടിന് നിലനിൽപ്പില്ല. അത്രയ്ക്കും അത്യന്താപേക്ഷിതമായ ഒന്ന്. അപ്പോ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു കഥയാണ് അല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ശരിക്കും ഈ അദൃശ്യമായ ജോലി, അല്ലെങ്കിൽ കാണപ്പെടാത്ത അധ്വാനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അടുത്ത ഭാഗം ഇതാണ്, അദൃശ്യമായ എഞ്ചിൻ. നമ്മൾ ഇതുവരെ കണ്ട ആ പ്രതിഭാസമുണ്ടല്ലോ, അതിനൊരു പേരുണ്ട്. ആ അധ്വാനം എന്താണെന്ന് നമുക്കൊന്ന് നിർവചിച്ചു നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് അദൃശ്യമായ അധ്വാനം. അതായത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിന് അടിത്തറയിടുന്ന ചില ജോലികളുണ്ട്. അതിന് പ്രതിഫലമൊന്നും കിട്ടില്ല. പലപ്പോഴും ആരും അതൊരു ജോലിയായിട്ട് അംഗീകരിക്കുകപോലും ചെയ്യില്ല. ഒരു നന്ദി വാക്കുപോലും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒരു വീട് നേരാവണ്ണം മുന്നോട്ട് പോണമെങ്കിൽ ഈ ജോലികൾ കൂടിയേ തീരൂ. ഇതിന്റെ ചില സ്വഭാവങ്ങൾ നോക്കിയാലോ. ഒന്നാമതായി, ഇതിന് പ്രതിഫലമില്ല. സാമ്പത്തികമായി ഒരു വിലയും ആരും ഇതിന് കൽപ്പിക്കാറില്ല. രണ്ടാമത്, ഇത് അംഗീകരിക്കപ്പെടാറില്ല. പലപ്പോഴും ഇതൊരു ജോലിയാണെന്ന് പോലും ആരും ചിന്തിക്കില്ല. പക്ഷേ ഇത് നിലച്ചുപോയാൽ ആ വീടിന്റെ മൊത്തം താളം തെറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരിക്കലും തീരില്ല. എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഒരു സൈക്കിള് പോലെ. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം, അവസാനമില്ലാത്ത ദിനചര്യ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അധ്വാനം എന്ന് പറയുന്നത് വെറും ശാരീരികമായ ഒന്നല്ല, അതിനുമപ്പുറമാണ്. അതായത് നമ്മൾ കാണുന്ന ഈ ജോലികൾക്ക് പിന്നിൽ വേറൊരു ജോലിയുണ്ട്. ഈ ഒരു വാചകം ശ്രദ്ധിച്ചു നോക്കൂ. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. കൈകൾക്ക് ചിലപ്പോൾ വിശ്രമം കിട്ടിയേക്കാം, പക്ഷെ മനസ്സ് അതൊരിക്കലും വിശ്രമിക്കുന്നില്ല. ശാരീരികമായ ഒരു ജോലിയും ചെയ്യുന്നില്ലായിരിക്കാം ആ സമയത്ത്. പക്ഷേ മനസ്സെപ്പോഴും അടുത്ത കാര്യത്തെക്കുറിച്ച്, നാളത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു വ്യത്യാസം നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വശത്ത് നമ്മളെല്ലാവരും കാണുന്ന കൈകളുടെ ജോലി, പച്ചക്കറി അരിയുന്നു, തുണി തേക്കുന്നു, ഭക്ഷണമുണ്ടാക്കുന്നു, അങ്ങനെ. പക്ഷേ മറുവശത്ത് ആരും കാണാത്ത മനസ്സിൻ്റെ ഒരു ജോലിയുണ്ട്. അടുത്ത ദിവസം മുഴുവൻ എങ്ങനെയായിരിക്കണമെന്ന പ്ലാൻ ചെയ്യുന്നത്, അടയ്ക്കാനുള്ള ബില്ലുകൾ ഓർമ്മിക്കുന്നത്, വീട്ടിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഇതാണ് ആ ജോലിക്ക് പിന്നിലെ യഥാർത്ഥ ജോലി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്. ഇത് രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് തീരുന്നൊരു ജോലിയല്ല. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇതൊരു ദിനചര്യയാണ്. ഒരു സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ വേറൊന്ന്, അങ്ങനെ തുടർന്നു പോകും. ഒരു ദിവസത്തെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ തനിക്കുവേണ്ടി സ്വന്തമായി കിട്ടുന്നത് എത്ര സമയമാണെന്നറിയാമോ? വെറും 5 മിനിറ്റ്. ആലോചിച്ചു നോക്കൂ, ആകെ 5 മിനിറ്റ്. ആ ഒരു ചെറിയ ഇടവേള, ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ കിട്ടുന്ന ആ ഒരു നിമിഷം, അതുമാത്രമായിരിക്കും ഒരുപക്ഷെ അന്നേ ദിവസം അവളുടേത് എന്ന് പറയാനുണ്ടാകുന്നത്. ആ അധ്വാനത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ ഈ ഒരു കണക്ക് തന്നെ ധാരാളം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, എന്തിനാണ് നമ്മൾ ഈ കഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? എന്തിനാണ് ഈ അദൃശ്യമായ അധ്വാനത്തെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്? അതിനെന്താണിത്ര പ്രാധാന്യം? ഈയൊരു വിശകലനത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കാണാതെ പോകുന്ന ഈ ജോലിക്ക് ഒരു സാമ്പത്തിക മൂല്യമുണ്ട്. അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. രണ്ടാമതായി, ഒരു വീട് മാനേജ് ചെയ്യുക എന്നത് എത്ര വലിയൊരു മാനസിക ഭാരമാണെന്നുള്ള തിരിച്ചറിവ്. പിന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അംഗീകാരത്തിന്റെ വില.
പണം കൊടുക്കുന്നതിലും വലുതാണ് ചിലപ്പോൾ നീ ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്നൊരു വാക്ക്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ശരിയായ ഉപമ. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു എഞ്ചിൻ. ആ എഞ്ചിനാണ് മറ്റെല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നത്. ആ എഞ്ചിൻ ഓടുന്നതുകൊണ്ടാണ് ബാക്കിയെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ടു പോകുന്നത്. പക്ഷെ ആ എഞ്ചിനെ ആരും കാണുന്നില്ല. അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ എഞ്ചിൻ അദൃശ്യമാണ്, ശരി. പക്ഷേ ആരും കാണുന്നില്ല എന്ന് കരുതി അത് ഒരു ദിവസം പ്രവർത്തിക്കുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും?